everyone, welcome back. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസിലാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. സോ ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ കുറേ നല്ല നല്ല കാഴ്ചകളും അതുപോലെ ഇവിടുത്തെ കുറേ വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്നും ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1.5 hour ഡ്രൈവ് ആയിരുന്നു നമ്മൾക്ക് അവിടേക്ക് എത്താനായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഒരു ടൗണിലെ തിക്കും തിരക്കും ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് തലയോലപ്പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ഇതുപോലെ വയൽപ്പാടങ്ങളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. കോട്ടയത്ത് കടുത്തുരുത്തിക്കടുത്തുള്ള ആയംകുടിയിലാണ് മാംഗോ മെഡോസ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മാംഗോ മെഡോസിൽ എത്തിയിട്ടുണ്ട്. മാംഗോ മെഡോസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ വാട്ടർ തീം പാർക്കാണ്. ആദ്യം തന്നെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വീക്ക് ഡേയ്സ് വരുമ്പം 350യും വീക്കെൻഡ്സ് ഹോളിഡേയ്സ് വരുമ്പം 400 ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് നമ്മൾക്ക് ടിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റൈറ്റ്സിനെ കുറിച്ചിട്ടും പെയ്ഡ് റൈറ്റ്സിനെ കുറിച്ചിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവരിവിടെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെയ്ഡ് റൈറ്റ്സ് എടുക്കണം എന്നുള്ളവരും ഓഫീസ് കൗണ്ടറിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറേണ്ടത്. ഇവിടെ ഒരു ബോർഡ് കൂടി വെച്ചിട്ടുണ്ട് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ട്. മെയിനായിട്ട് ഇവരുടെ ആ ഒരു സന്ദർശന സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ 5 മണി വരെയാണ്. അകത്തേക്ക് കയറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരുപാട് ചെയേഴ്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാർക്കിൻ്റെ സ്റ്റാഫ് വന്നിട്ട് നമുക്ക് പാർക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ ഇവിടുത്തെ ടൈമും റൈറ്റ്സിനെ കുറിച്ചിട്ടെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫ്രീ റൈഡ്സ് കഴിഞ്ഞാൽ പിന്നെ പെയ്ഡായിട്ട് വരുന്ന റൈഡ്സ് ആണ്. സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട്, അതുപോലെ ശിക്കാര വെള്ളം, സ്പീഡ് ബോട്ട്, വുഡി റൈഡ്, ലിഫ്റ്റ് റൈഡ്, ഇ റിക്ഷ, ഇ ട്രെയിൻ, റോപ്പ് വേ ഇതൊക്കെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുറത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും അകത്തേക്ക് അലൗഡ് അല്ല. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കൂപ്പൺ നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുക്കേണ്ടതാണ്. അവിടെ നിന്ന് അവരൊരു ടൈം സ്ലോട്ട് തരും. അപ്പോൾ ആ ഒരു ടൈം സ്ലോട്ടിൽ നമ്മൾ അകത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാവുന്നതാണ്. ഞങ്ങൾ ആദ്യം തന്നെ പോയത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലേക്കാണ്. മറ്റൊന്നുമല്ല, ആ ഒരു സൈഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ലഗേജ് എല്ലാം സൂക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കിഡ്സ് പൂള് കൂടിയിട്ടുണ്ട്. ദാ ഇവിടെ കണ്ടില്ലേ മാംഗോ മസ്ജിദ്, നമസ്കരിക്കാനുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഒരു 45 മിനിറ്റ്സിൻ്റെ ഗൈഡ് ടൂറാണ്. നമ്മളുടെ കൂടെ അവരൊരു ഗൈഡിനെ കൂടി വിടും. അപ്പം ഈ ഒരു ഗൈഡ് നമ്മൾക്ക് അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഇവിടെയുള്ള ഒരുപാട് മരങ്ങളെ കുറിച്ചിട്ടും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരും. നടന്ന് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇവിടെ റിക്ഷ സർവീസും അവൈലബിൾ ആണ്. 250 റുപ്പീസാണ് ഇതിൻ്റെ ചാർജ് അവർ പറയുന്നത്. അതിൽ ഒരു റിക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 പേർക്ക് വരെ കയറാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആ ഒരു 6 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് ട്രെയിൻ സർവീസും യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. ഇപ്പോൾ ഞങ്ങൾ ഗൈഡ് ടൂർ പോവുകയാണ്. ആദ്യം തന്നെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീനൂട്ടിനെ കുറിച്ചിട്ടായിരുന്നു. പ്രവൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നതിൻ്റെ പാപത്തിൻ്റെ കാഠിന്യം കുറയാനായിട്ടും പുണ്യം ലഭിക്കാനായിട്ടൊക്കെയാണ് മീനോട്ട് നടന്നു വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോഴും നടക്കുന്നത് കേരളത്തിൽ തൃപ്തിയാർ ക്ഷേത്രത്തിലാട്ടോ. പിന്നെ നമ്മൾ കയറിപ്പോകുന്ന ഫ്ലോറിൽ 1 രൂപ കോയിൻ്റെ ബാലൻസ് ഷീറ്റാണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ 64 ഇനം കായൽക്കാർക്ക് മത്സ്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഫിഷ് ഫീഡിങ് നടത്തുമ്പോൾ കൂടുതലും വരുന്ന ഒരു കറുത്ത ആവോലിയാട്ടോ. ഈ പാലം മീനൂട്ട് പാലം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 രൂപ നാണയം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഷീറ്റ് കൊണ്ടിട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീനുകളെ കാണാനും സാധിക്കും, അതുപോലെ മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഈ ഒരു കുളത്തിൽ 64 ടൈപ്പ് കായൽ കാപ്പ് മീനുകളാണുള്ളത്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നാടൻ ആവോലിയാണുള്ളതെന്നാണ് അവർ പറയുന്നത്. ഇവിടെയുള്ള മീനുകളെല്ലാം തന്നെ ഇവരുടെ റെസ്റ്റോറൻറ്റ് ആവശ്യങ്ങൾക്കായിട്ടാണ് എടുക്കുന്നത്. പുറത്തേക്ക് സെയിൽ ചെയ്യുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. ഇത് നീലക്കൊടിവേലിയാണ്. സസ്യങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായി കാണുന്നതും അതുപോലെ ഒരുപാട് കാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു മരുന്നാണെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ തൈകളും നഴ്സറിയിൽ അവൈലബിൾ ആണ്. നീലക്കൊടിവേലി മുതൽ കൃഷ്ണനാല് വരെയുള്ള 1000-ലേറെ ഇനം അപൂർവ മരങ്ങളാണ് ഇവിടെയുള്ളത്.
ഇവിടെ പല ഭാഗങ്ങളിലായി മനോഹരമായ സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആദം ഹവ്വ സ്റ്റാച്ചു ആണ് വെച്ചിട്ടുള്ളത്. ഇതാണ് സോപ്പിംഗ് മരം. ഉറിഞ്ചിക്ക എന്ന് പറയും. പണ്ട് കാലത്ത് സോപ്പിന് പകരമായിട്ട് ഇതിലെ കായ്കളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിലെ കായ്കൾ വെള്ളത്തിലിട്ട് നന്നായി പതപ്പിച്ച ശേഷമാണ് തുണി അലക്കിക്കൊണ്ടിരുന്നത്. ഇതാണ് ലക്ഷ്മി തരു. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വൃക്ഷമാണ് ലക്ഷ്മി തരു. ക്യാൻസറിനെ അതിജീവിക്കാനുള്ള മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് സയൻറ്റിഫിക്കലി ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ പുറകിലൊരു മരമുണ്ട്, കാട്ടുചെമ്പകം എന്നാണ് ആ മരത്തിന്റെ പേര്. അതിന്റെ പൂവിന് നല്ല സ്മെല്ലാണ്. പണ്ടൊക്കെ നമ്മൾ വസ്ത്രം അലക്കിയതിനു ശേഷം ആ ഒരു ഡ്രസ്സ്. ഇവിടെ വളരെ വ്യത്യസ്തമായൊരു സ്റ്റാച്ചു നമുക്ക് കാണാം. സംവിധായകൻ്റെ കൈ, ഡയറക്ടേഴ്സ് ഹാൻഡ് എന്നാണ് ഈ ഒരു സ്റ്റാച്ചു പറയുന്നത്. ഓരോ മരവും സംവിധായകൻ്റെ കയ്യിൽ സുരക്ഷിതരായിരിക്കും എന്നാണ് ഈ ഒരു സ്റ്റാച്ചു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഊതുമരം. ലോകത്ത് ഏറ്റവും വില കൂടിയ സുഗന്ധത്തടി ലഭിക്കുന്ന മരമാണ് ഊത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാടുണ്ട് കാണാനായിട്ട്. നമ്മൾ ഗൈഡ് ടൂർ പോകുന്ന സമയത്താണെങ്കിലും ഗൈഡിനെ നമുക്ക് ഫോളോ ചെയ്യാൻ തന്നെ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഓരോ കാഴ്ചകളും ഇങ്ങനെ കണ്ട് വരുമ്പോഴേക്കും ഒത്തിരി സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ അറിയില്ല. ഇത് നാൽപ്പാമര വഞ്ചിയാണ്. നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് മരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, ഈ ഓരോ മരങ്ങളുടെയും സ്റ്റോറീസും നമ്മൾക്ക് കേൾക്കാൻ വളരെ എക്സൈറ്റിംഗ് ആണ്. ഇത് ലവ് ട്രീ ആണ് കേട്ടോ. പാതി മനുഷ്യനും പാതി വൃക്ഷവുമാണ്. ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്നേഹബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടുത്തെ ഏതൊരു സ്റ്റാച്ചു ആണെങ്കിലും അതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ്. 2 വലിയ റെക്കോർഡുകളാണ് നമ്മുടെ മാംഗോ മെഡോസിന് ലഭിച്ചിട്ടുള്ളത്. ഒന്ന്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മനുഷ്യനിർമ്മിത അഗ്രികൾച്ചറൽ വാട്ടർ തീം പാർക്ക് എന്ന ലിംക ബുക്ക് ഓഫ് റെക്കോർഡും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ പാർക്ക് എന്ന URFൻ്റെ റെക്കോർഡുമാണ്. ഇവിടെ പലയിടത്തായിട്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടേജസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അതായത് ട്രീ ഹൗസ് ആണ്. ഹണിമൂൺ കപ്പിൾസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് കൂടിയിട്ടാണ്. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ പറയാനില്ല, അത്രയും മനോഹരമാണ്. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് എല്ലാം ആസ്വദിച്ച് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയിട്ടാണ്. ഇവിടെ ട്രീ ഹൗസിൻ്റെ അടുത്തായിട്ട് ഒരു മരത്തിൽ ഇങ്ങനെ ഊഞ്ഞാലെല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം തികയാതെ വരുന്നുള്ളതാണ് സത്യം. പിന്നീട് ഞങ്ങൾ ഷിക്കാര വെള്ളം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. സമീപത്തുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ ഒരു ബോട്ട് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത്. ENPTC എന്നാണ് ഈ ഒരു ബോട്ട് ക്ലബിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ബോട്ട് ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്നും ഈ ഒരു ഷിക്കാര വെള്ളം സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് നക്ഷത്രവനം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഓരോ നാളിനും ചേർന്നിട്ടുള്ള മരങ്ങൾ ഇവിടെയുണ്ട്. അപ്പം നിങ്ങളുടെ നാളിനനുസരിച്ചിട്ടുള്ള മരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് കണ്ടെത്താവുന്നതാണ്. ഇവിടെ ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന ഒരാളുണ്ട്. അപ്പം നമ്മൾക്ക് ആവശ്യപ്പെട്ട മ്യൂസിക് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾക്കത് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവരുടെ വെജിറ്റബിൾ കൾട്ടിവേഷനാണ്. 140-ലേറെ പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവാം. ഈ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള അത്രയും പ്ലാന്റ്സ് ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. തോളിൽ കലപ്പയേന്തിയ കർഷകന്റെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് കയറ് പിരിക്കുന്നതാണ് കേട്ടോ.
ഇത് ക്ലേ പോട്ടിംഗ് ആണ്. ഇതും നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്തും നമ്മൾക്ക് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് കന്നുകാലി ഫാമിലേക്കാണ്. ഇവിടെ 25 ഇനത്തിലേറെ പക്ഷി മൃഗാദികളുണ്ട് കേട്ടോ. എനിക്ക് കണ്ടതിലൊക്കെ വെച്ചിട്ട് വളരെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇത് എമു ആണ്. ഇത് നമ്മുടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്ന പോലെയായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത്രയും സമയം അതാ നിന്ന സ്ഥലത്ത് നിന്നിട്ട് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. സൈക്കിളിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ സൈക്കിള് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 50 റുപ്പീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. അതെ, എങ്ങനെയുണ്ട് മാംഗോ മെഡോസ്? ഇഷ്ടപ്പെട്ടോ? ഇനി ഒരുപാട് റൈഡ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലേ? ഒരുപാട് നടക്കാനുണ്ട് മെയിനായിട്ട് അല്ലേ? അടുത്തതായിട്ട് നമ്മൾ പോയത് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇളയ മകന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവനക്ക് പറ്റിയ എല്ലാ റൈഡ്സും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചെന്നപ്പോൾ കുട്ടൂസനും ഡാഗിനി അമ്മൂമ്മയും രാജുവും രാധയും മായാവിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നെല്ലാം ഇറങ്ങിയ ശേഷം നമ്മൾക്കൊരു 1:30 ആയപ്പോഴാണ് ഫുഡ് കഴിക്കാനുള്ള ടൈം സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇവിടെ നോർമലി നമുക്ക് കിട്ടുന്നത് മീൽസും അതുപോലെ ബിരിയാണിയുമാണ്. ഇപ്പം ബിരിയാണിയിലെ ചിക്കനും ബീഫും ഉണ്ട്, പക്ഷേ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇവർ തരുന്നത്. അപ്പം അത് കൊടുക്കുന്ന ക്യാഷിന് വേർത്തല്ലാത്ത പോലെയും കൂടുതൽ ചാർജ് കൂട്ടി വാങ്ങിയ പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പോയത് ഈ ഒരു പെഡൽ ബോട്ട് എടുത്തിട്ടാണ്. നമ്മളുടെ ടിക്കറ്റിൽ 3 വാട്ടർ റൈഡ്സ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇപ്പോൾ 2 മണി സമയത്തൊക്കെയാണ് ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നല്ല വെയിലായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് കൊട്ടവഞ്ചിയിലാണ്. തുഴയാനായിട്ട് അറിയില്ലാത്തത് കൊണ്ടിട്ട് തന്നെ നമ്മളിതിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും കുറച്ചധികം തന്നെ പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊട്ടവഞ്ചിയിലുള്ള മിനിറ്റുകളോളം എടുത്ത ആ ഒരു സാഹസിക പ്രഹസനങ്ങൾക്കൊക്കെ ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് കൊതുമ്പ് വെള്ളത്തിലാണ്. ഇതിൽ നമ്മളുടെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടാകും. ആ ചേട്ടൻ നമ്മളെ തുഴഞ്ഞ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും. സമയം ഒരു 3:30 കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള സമയം ഇനി പൂളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ബാക്കിയുള്ള റൈഡ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. 1 അവറാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന സമയം. അതിൽ കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ആൻ അവറിന് 50 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് കൂടാതെ തന്നെ ഇവിടെ വേറൊരു പെയ്ഡ് പൂള് കൂടിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ 1 അവറിന് 100 റുപ്പീസ് ആയിരിക്കും. അത് കുറച്ചുകൂടി പ്രൈവസി ഉണ്ടാകും. അങ്ങനെ പൂളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളൊരു 4:45 ആയപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നു. കാരണം 5 o'clock ആകുമ്പോഴേക്കും ഈ ഒരു പാർക്ക് ക്ലോസ് ചെയ്യുന്നതാണ്.
ഈ ഒരു മാംഗോ മെഡോസിൽ വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ സമയക്കുറവ് തോന്നിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 10 മണിക്ക് പാർക്ക് ഓപ്പൺ ചെയ്തിട്ട് 5 മണിക്ക് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇത്രയും ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് തീർക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം സാഹചര്യമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ ഒരു സ്ഥലം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മാംഗോ മെഡോസിൽ വന്നിട്ട് തിരിച്ച് പോകുന്നവർ മസ്റ്റായിട്ടും ഇറങ്ങി ഇരിക്കേണ്ട ഒരു സ്ഥലം കൂടിയിട്ടാണ്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നമ്മൾ മാംഗോ മെഡോസിൽ നിന്നിട്ട് ഇറങ്ങി ഒരു 4 കിലോമീറ്ററൊക്കെ എത്താറാവുമ്പോഴേക്കും, എനിക്ക് സ്ഥലത്തിൻ്റെ പേരറിയില്ല, എത്താറാവുമ്പോഴേക്കും അവിടെ ഇതേപോലെ നല്ല വയൽപ്പാടങ്ങളൊക്കെ കാണാം. അപ്പം അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ നിന്ന് നല്ല ചൂട് ചായയും നല്ല ചൂട് പരിപ്പുവട എല്ലാം കിട്ടും. അതെല്ലാം കഴിച്ച് കുറേ സമയം ഇങ്ങനെ ഒരു പാടത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പം ഇതുപോലുള്ള ട്രാവൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.